പ്രണയസഖി ഭാഗം 22. നീ കുറച്ച് ഓവറാവുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം. ശിവയുടെ മുഖത്തെ മായാതെ നിൽക്കുന്ന പുഞ്ചിരി കണ്ട് മിഥുൻ അവനോട് ചോദിച്ചതും ശിവ അവൻ്റെ മുതുകിലായിട്ട് ഒരിടി കൊടുത്തു. ആ, എൻ്റെ പുറം പൊളിച്ചോ നീ? മിഥുൻ മുരണ്ടു. ഇങ്ങനെയാണോടാ പ്രണയം? ആയിരിക്കും. എടാ മിഥുനെ, നീ എന്താടാ പ്രേമിക്കാത്തത്? അതിന് നീ ഇതിനു മുൻപ് പ്രേമിച്ചിട്ടുണ്ടോ? എടാ പൊട്ടാ, നീ കാമുകനൊന്നും അല്ല, ഇപ്പോൾ ഒരു ഭർത്താവാണ്. എന്നിട്ടാണ് എന്നോട് പ്രേമത്തിൻ്റെ കാര്യം ചോദിക്കുന്നത്. ഒരു മൊരപ്പൊട്ടൻ തന്നെ നീ. ഓ, ഞാൻ ചോദിച്ചത് അതല്ല. ഇത്ര നാളായിട്ട് നീ എന്താ പ്രേമിക്കാത്തതെന്നാണ്. അത് തന്നെയാണ് ഞാനും അങ്ങോട്ട് ചോദിച്ചത്. നീ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടന്ന് വർണ്ണയെ നീ വിവാഹം കഴിച്ച് 3 മാസമായപ്പോൾ നീ അവളെ സ്നേഹിച്ചു തുടങ്ങി. ഇല്ലെങ്കിൽ നീ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്ന് മുരടിച്ചു നിന്നു പോയേനെ. പുച്ഛത്തോടെ മിഥുൻ അവനെ നോക്കി പറഞ്ഞതും ശിവ അവനെ ചിറഞ്ഞു നോക്കി. അല്ലെങ്കിലും ഏത് നേരം എന്നൊന്നുമില്ല. ശിവയെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം പോലും മിഥുൻ പാഴാക്കാറില്ല. ഞാൻ വീട്ടിലേക്ക് പോട്ടെ, അവൾ അവിടെ ഒറ്റയ്ക്കാണ്. കുറച്ചു നേരം കഴിഞ്ഞതും ശിവ എഴുന്നേറ്റ് പോകാനൊരുങ്ങി. നിൽക്ക്, ഞാനും വരാം. കുറച്ചു നാളായി അതുവഴിയൊക്കെ വന്നിട്ട്. വർണ്ണയെ കണ്ടിട്ടും കുറച്ചു നാളായി. മിഥുനും ശിവയുടെ കൂടെ വീട്ടിലേക്ക് പോകാനിറങ്ങി. രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. വീട്ടിലെത്തിയതും വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതല്ലെങ്കിലും ശിവയില്ലെങ്കിൽ വർണ്ണ വീടൊക്കെ പൂട്ടി അകത്തിരിക്കും. അതാണ് ശിവയുടെ ഓർഡർ. ഇവർ വന്നപ്പോഴുള്ള വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണോ എന്തോ അവർ കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുന്നേ തന്നെ വർണ്ണ വന്ന് വാതിൽ തുറന്നിരുന്നു. മുന്നിലായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വർണ്ണയെ കണ്ടതും ശിവയുടെ ഉള്ളിൽ ഒരു മഞ്ഞ് വീണ സുഖം തോന്നി. മിഥുനേട്ടനുണ്ടായോ? വാ, അകത്തേക്ക് കയറ്. വർണ്ണ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. വേഗം തന്നെ പോയി ജ്യൂസായിട്ട് വന്നു. ഇതിനു മാത്രം ജ്യൂസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? മിഥുൻ അവൾ ജ്യൂസ് കൊണ്ടുവന്നതും തമാശയോടെ തിരികെ ചോദിച്ചതും വർണ്ണയുടെ നോട്ടം പോയത് ശിവയിലേക്കാണ്. അത് പിന്നെ ദേവേട്ടൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി വരുമ്പോഴൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫ്രൂട്ട്സ് അങ്ങനെ ഒഴിയാറില്ല. വർണ്ണ ബാക്കി പറയും മുന്നേ മിഥുൻ്റെ ജ്യൂസ് നെറുകയിൽ കയറി ചുമ തുടങ്ങി. എന്താടാ എന്ന് ചോദിച്ച് ശിവ അവൻ്റെ നെറുകയിലായിട്ട് തട്ടിക്കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ ഒരു കണക്കിന് ഓക്കെ ആയി. മാറിയോ മിഥുനേട്ടാ? ആദ്യോടെ തന്നോട് ചോദിക്കുന്ന വർണ്ണയെ നോക്കി മിഥുൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. വെറുതെ കളയേണ്ടെന്ന് കരുതി ഞാനെല്ലാം കൂടി ജ്യൂസാക്കി വെക്കും. പുഞ്ചിരിയോടെ പറയുന്നവളെ നോക്കി മിഥുൻ തലയാട്ടി. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതും വർണ്ണ ഗ്ലാസ്സൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് നടന്നു. ദേവേട്ടാ? വർണ്ണ പോയതും മിഥുൻ കളിയോടെ ശിവയുടെ തോളിൽ തട്ടി വിളിച്ചു. ശിവ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. എന്നാലും ഇതൊക്കെ എപ്പോ? അതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി മോനെ. മറ്റു പലതും സംഭവിച്ചു പോയിട്ട് പിന്നെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മിഥുൻ പറഞ്ഞതും ശിവ അതിനെ പുച്ഛിച്ചു. അപ്പോഴേക്കും വർണ്ണ അങ്ങോട്ടേക്ക് തിരികെ എത്തി. മിഥുനെ വർണ്ണയ്ക്ക് ഭയങ്കര കാര്യമാണ്. എപ്പോഴും ശിവയുടെ കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ അവളോട് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ ആവാം. കുറച്ചു നേരം ഇരുവരോടും ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് മിഥുൻ തിരികെ വീട്ടിലേക്ക് പോയത്. വീണ്ടും ആ വലിയ വീട്ടിൽ ശിവയും വർണ്ണയും മാത്രമായി. വലിയ വായിൽ അവനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോഴും അവനൊന്ന് നേരെ നോക്കുമ്പോൾ അവൾക്ക് വിറയലാണ്. പുറത്തുനിന്ന് എന്തൊക്കെയോ മിഥുനോട് സംസാരിക്കുന്ന ശിവയെ കണ്ട് വർണ്ണ അകത്തേക്ക് കയറിയതാണ്. മിഥുൻ പോയതിനു ശേഷവും വർണ്ണ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവനെ നോക്കാൻ പോയിട്ടില്ല. ശിവയാണെങ്കിൽ അല്പനേരം ഹാളിൽ പരതി നിന്നുവെങ്കിലും കുറച്ചു നേരമായിട്ടും അവളെ കാണുന്നില്ല എന്ന് കണ്ടതും അടുക്കളയിലേക്ക് നടന്നു. നോക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് കക്ഷി. നടന്നു വരുന്ന ശിവയെ കണ്ടതും അവൾ വേഗം തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ ജോലി ചെയ്യുകയാണ് എന്ന രീതിയിൽ നിന്നു. അവൻ വാതിൽ പടിയിൽ തന്നെ നിന്ന് അവളെ തന്നെ നോക്കി. പരവേശം പിടിച്ചുള്ള അവളുടെ ഓരോ ചെയ്തികൾ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇതൊക്കെ അവനെ കണ്ടിട്ടുള്ള പാടുപെടലാണെന്ന്. വർണ്ണ? അവൾ തന്നെ തിരിഞ്ഞു നോക്കില്ല എന്നുറപ്പായതും അവൻ കപട ഗൗരവത്തോടെ അവളെ വിളിച്ചു. പെട്ടെന്ന് ചലിച്ചുകൊണ്ടിരുന്ന അവളുടെ കൈകൾ നിശ്ചലമായി. അവൾ ഇടം കണ്ടിട്ട് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതവൻ കാണുകയും ചെയ്തു. പതിയെ അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. പക്ഷേ അവനാണെങ്കിൽ അവളെ നോക്കി നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. എന്താ ദേവേട്ടാ? കുറച്ചു സമയമായിട്ടും അവനൊന്നും തന്നോട് ചോദിക്കുന്നില്ല എന്ന് കണ്ടതും അവളായിട്ട് തന്നെ അവനോട് ചോദിച്ചു. പക്ഷേ അവളുടെ ചോദ്യമാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവൻ അവളോട് എന്ത് പറയണം എന്ന് പെട്ടെന്ന് കിട്ടിയില്ല. ഒരാവേശത്തിൽ അവളെ വന്ന് വിളിച്ചതാണ്. പക്ഷേ ഇനി എന്ത് പറയും? അത് പിന്നെ തനിക്ക് ജോലിക്ക് പോകാനുള്ള ഡേറ്റ് എന്നാണ്? അവൻ ചോദിക്കുന്നത് കേട്ടതും അവൾ അവനെ ഒന്ന് മുഖം ചുളിച്ചു നോക്കി. കാരണം അവൻ തന്നെയാണ് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ തനിക്ക് കൊണ്ടുവന്ന് തന്നത്. പിന്നെ ഇപ്പോൾ ഇതെന്തിനാ ഒന്നും അറിയാത്തതുപോലെ തന്നോടിത് ചോദിക്കുന്നത് എന്ന ഭാവമായിരുന്നു അവൾക്കന്നേരം. അടുത്ത മൺഡേയാണ്. പക്ഷേ അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവൾ വേഗം പറഞ്ഞു.
തനിക്ക് ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. എങ്കിലും നമുക്കൊരു സ്കൂട്ടി വാങ്ങാം. അതാവുമ്പോൾ തനിക്ക് ജോലിക്ക് പോകുമ്പോഴും അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകണമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഗൗരവത്തോടെ തന്നോട് പറയുന്നവനെ വർണ്ണ അന്തം വിട്ട് നോക്കി. ശേഷം പതിയെ സമ്മതം പോലെ തലയാട്ടി. അവളുടെ കണ്ണുകൾ അത് കേട്ടതും ഒന്ന് നിറഞ്ഞു വന്നു. പക്ഷേ അവൻ കാണാതെ തന്നെ അവൾ അതിനെ തടഞ്ഞു നിർത്തി. അവളെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ അടുക്കളയിൽ നിന്ന് തിരികെ പുറത്തേക്ക് നടന്നു. വർണ്ണയ്ക്ക് അവനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാകെ ഒരു സന്തോഷം വന്ന് നിറഞ്ഞു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ആരും അറിയാതെയാണ് പോയി ഡ്രൈവിംഗ് പഠിച്ചത്. പക്ഷേ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് വീട്ടിൽ വന്നപ്പോഴേക്കും അത് ചെറിയച്ഛൻ എങ്ങനെയോ അറിഞ്ഞു. അന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടി. ഒരു സ്കൂട്ടി വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിലത് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്നത് ഏറ്റവും എതിർത്തത് മുത്തശ്ശിയാണ്. പെൺകുട്ടികൾ ഇതൊന്നും ഓടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അന്ന് ആ ആഗ്രഹം മനസ്സിൽ തന്നെ ഒതുക്കിയെങ്കിലും അതൊരാഗ്രഹമായിട്ട് തന്നെ മനസ്സിലങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറയുന്നു. അതും താൻ പറയാതെ തന്നെ. അവൾക്ക് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി. അവനോടുള്ള പ്രണയം മനസ്സിൽ നിറഞ്ഞു കവിയുന്നത് പോലെ തോന്നി അവൾക്ക്. മാറ്റമില്ലാതെ 2 ദിവസങ്ങൾ കൂടെ കടന്നുപോയി. വൈകിട്ട് പതിവ് പോലെ ക്ലബിലേക്ക് വന്നിരിക്കുകയാണ് ശിവ. അവിടെ ക്യാരം കളിച്ചും സംസാരിച്ചുമൊക്കെ ഇരിക്കുകയാണവൻ. കളി നടക്കുന്ന സമയം നല്ല മഴയാണ്. കുറച്ചുനേരം കഴിഞ്ഞതും എല്ലാവരും സംസാരത്തിലേക്ക് തിരിഞ്ഞു. ശിവയും മിഥുനും പതിവ് പോലെ അവരുടേതായ കാര്യങ്ങളുടെ സംസാരത്തിലാണ്. എടാ, നിന്റെ കാര്യങ്ങളൊക്കെ ഇനി അവളോട് പറയുന്നത് എപ്പോഴാണ്? കുറച്ചു നേരത്തെ സംസാരങ്ങൾക്കൊടുവിൽ മിഥുൻ ചോദിച്ചതും ശിവയുടെ മുഖം അത്ര നേരം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒന്ന് മങ്ങി. പറയണം, വൈകാതെ എല്ലാം പറയണം. എല്ലാം ചെയ്ത് അവസാനിപ്പിക്കേണ്ട സമയമായി. നീ ഇതിങ്ങനെ തന്നെ തുടരാനാണോ ശിവ ഉദ്ദേശിച്ചിരിക്കുന്നത്? മിഥുൻ ചോദിച്ചതും ശിവ മനസ്സിലാവാത്ത പോലെ എന്താണെന്ന രീതിയിൽ അവനെ നോക്കി. നീ ജോലിക്കൊന്നും പോവാതെ ഇനിയും ഇങ്ങനെ തന്നെ കഴിയാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? മിഥുൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യത്തിന് ശിവ അവനെ ഒന്ന് നോക്കി. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് മിഥുനെ. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആ ജോലിയിലേക്ക് തിരികെ കയറുകയുള്ളൂ. അതിന് മിഥുനൊന്ന് അമർത്തി മൂളി. അല്ലെങ്കിലും ശിവ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ്. പിന്നീട് അതിന് മാറ്റം ഉണ്ടാകാനൊന്നും പോകുന്നില്ല. അറിയാം, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാതെ അവൻ ഇനി ആ ജോലിയിലേക്ക് തിരികെ കയറില്ല. പക്ഷേ ഇത്ര നല്ലൊരു ജോലി ഉണ്ടായിട്ടും ഇങ്ങനെ വെറുതെ നടക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് മാത്രമാണ് മിഥുൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞു പോകുന്നത്. കൂടുതൽ വലിച്ചു നീട്ടാതെ ആ സംസാരം ഇരുവരും അവിടെ വെച്ച് നിർത്തി. വർണ്ണ വീട്ടിൽ തനിച്ചാണെന്നറിയാം. അതുകൊണ്ട് ശിവ എപ്പോഴും നേരത്തെ ഇറങ്ങും. പക്ഷേ ഇന്ന് നേരത്തെ ഇറങ്ങാൻ നേരം മഴ പെയ്തു. കോരിച്ചൊരിയുന്ന മഴ. കൂടെ ഇടിയും വെട്ടുന്നുണ്ട്. റെയിൻകോട്ടില്ല. അതുകൊണ്ട് ശിവ മുഷിച്ചിലോടെ വീണ്ടും ക്ലബിൽ തന്നെ ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴും വർണ്ണ വീട്ടിൽ തനിച്ചാണ് എന്നുള്ള ചിന്തയിൽ അവന് ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല. എന്താടാ? ഇവൻ്റെ ഈ കാട്ടിക്കൂട്ടൽ കണ്ട് മിഥുൻ അവനോട് വന്ന് ചോദിച്ചു. എടാ, വർണ്ണ ഒറ്റയ്ക്കാണ്, മഴയല്ലേ? വല്ലായ്മയോടെ പറയുന്നവനെ കണ്ട് മിഥുന് ചിരിയാണ് വന്നത്. എങ്ങനെ നടന്ന ചെറുക്കനാണ്. മുൻപൊക്കെ അവിടെ ഇവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടന്ന് വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയേ ഇല്ലാതിരുന്നവനാണ്. ഇപ്പോൾ 24 മണിക്കൂർ പറ്റുമെങ്കിൽ അത്രയും നേരം വീട്ടിലിരിക്കും. മിഥുൻ ആ ഓർമ്മയിൽ ചിരിച്ചുപോയി. അവൻ ചിരിക്കുന്നത് കണ്ടതും ശിവ കലിപ്പായി. എന്താടാ? ദേഷ്യത്തോടെ ശിവ ചോദിച്ചതും മിഥുൻ ഒരു കണക്കിന് ചിരി അടക്കി. ഒന്നുമില്ല, എല്ലാവരെയും വിറപ്പിച്ച് നടന്ന നീ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ചിരിച്ചു പോയതാണ്. മിഥുൻ പറഞ്ഞതും ശിവ അവനെ പല്ല് കടിച്ചു നോക്കി. നീ അടങ്ങ്, അവള് നീയില്ലെങ്കിൽ വാതിലൊക്കെ അടച്ചിരുന്നോളും. ഇതൊക്കെ അവൾക്ക് അറിയുന്നതല്ലേ. മിഥുൻ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും അവനൊന്ന് മൂളി. പക്ഷേ എന്നിട്ടും അവനാകെ ഒരു വല്ലായ്മ പോലെ. മനസ്സാകെ പിടയ്ക്കുന്നു. ഒടുവിൽ കുറച്ചു നേരത്തിന് ശേഷം മഴയൽപ്പം കുറഞ്ഞതും ശിവ രണ്ടും കൽപ്പിച്ച് വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. പക്ഷേ കുറച്ചു നേരം ആയപ്പോഴേക്കും മഴ വീണ്ടും കൂടി. വീണ്ടും അടുത്ത് കണ്ട ഒരു കടയുടെ തിണ്ണയിൽ കയറി അവൻ അല്പസമയം കൂടി നിന്നു. സമയം നോക്കിയപ്പോൾ 8 മണി ആയിട്ടുണ്ട്. മഴയാണെങ്കിൽ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഒടുവിൽ മഴ അല്പം ഒന്ന് ശമിച്ചപ്പോഴേക്കും വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ സമയം 8:30 കഴിഞ്ഞിരുന്നു. വീട് അന്നേരം ആകെ ഇരുട്ടായി കിടക്കുന്നു. കറണ്ടില്ലേ എന്ന് ചിന്തിച്ച് അവൻ കുറച്ച് മാറിയുള്ള വീടുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ കറണ്ടുണ്ട്. കറണ്ടില്ലെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടല്ലോ, അതും വർക്ക് ചെയ്യുന്നില്ലേ? സംശയത്തോടെ അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. വണ്ടി വെച്ച് വീടിനകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ മുന്നിലെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. കോളിംഗ് ബെല്ല് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നില്ല. അവൻ ഡോറിലൊന്ന് തട്ടി നോക്കി. പക്ഷേ അകത്തുനിന്നും പ്രതികരണമൊന്നുമില്ല. അല്ലെങ്കിൽ തൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഓടി വന്ന് വാതിൽ തുറക്കുന്നവളാണ്. ഇന്നിതെന്ത് പറ്റിയെന്നാവോ എന്ന് ചിന്തിച്ച് അവൻ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചതും അത് തുറന്നു വന്നു. അകത്ത് മുഴുവൻ ഇരുട്ടാണ്. ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലും ഇല്ല. അത് കണ്ടപ്പോൾ തന്നെ അവൻ ആകെ ഒരു പന്തികേട് തോന്നി. വർണ്ണ. അവളുടെ അനക്കമൊന്നും കേൾക്കാതെ ആയതും അവൻ വിളിച്ചു നോക്കി. പക്ഷേ മറുപടിയൊന്നുമില്ല.
ഒരു തവണ കൂടെ അവൻ അവളെ വിളിച്ചു നോക്കിയെങ്കിലും ഇത്തവണയും പ്രതികരണമൊന്നുമില്ലാതെയായതും അവനിൽ ഭയം ഉരുണ്ടുകൂടി. അവൻ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. മുന്നിലേക്ക് വെട്ടമടിച്ചതും പെട്ടെന്നാണ് അവൻ്റെ നെഞ്ചിലേക്ക് എന്തോ വന്നു വീണത്. ഒരു നിമിഷം അവൻ പിന്നിലേക്ക് ആഞ്ഞു പോയെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു. നോക്കുമ്പോൾ വർണ്ണ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അവളൊന്നും പറയുന്നില്ല എങ്കിലും അവളുടെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ട്. അത് കണ്ടതും എന്തോ കണ്ടവൾ പേടിച്ചിട്ടുണ്ട് എന്നവന് മനസ്സിലായി. എന്തു പറ്റി? അവളുടെ അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം കണ്ടതും അവൻ ആദിയോട് ചോദിച്ചു. പക്ഷേ അവൾ അവനെ കൂടുതൽ മുറുക്കെ കെട്ടിപ്പിടിച്ച് നിന്നതല്ലാതെ തിരികെ മറുപടിയൊന്നും പറഞ്ഞില്ല. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവളുടെ മുഖമൊന്നും കാണാനും കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ അവനിലേക്ക് ചേർന്ന് നിന്നു. ഞാൻ പോയി കറണ്ട് ഒന്ന് നോക്കട്ടെ, സൗമ്യമായിട്ട് അവളോട് പറഞ്ഞ് അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും അവൾ അതിലും വേഗത്തിൽ അവനിലേക്ക് തന്നെ ചേർന്ന് നിന്നു. പോവല്ലേ? അവളുടെ അടഞ്ഞു പോയ ശബ്ദം. കരഞ്ഞോ ഇവള്? അവളുടെ ശബ്ദം കേട്ടതും അവനൊന്ന് ചിന്തിച്ചു. എന്തോ കണ്ട് പേടിച്ചതാണെന്ന് കരുതി അവനും അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ തലയിലൂടെ അവൻ തലോടി കൊടുത്തോണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവളൊന്ന് ഓക്കെ ആയി എന്നവന് തോന്നി. ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം, ഇവിടെ ഇരിക്കുവോ? ഞാനും വരാം. അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഇവിടെ ഇരുന്നോ, ഇല്ലെങ്കിൽ ഇരുട്ടിൽ വല്ല തട്ടി താഴെ വീഴും. ഒരു കണക്കിന് അവൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് പുറത്തേക്കിറങ്ങി. പുറത്ത് ഇലക്ട്രിസിറ്റി ബോക്സിൽ വന്ന് നോക്കുമ്പോൾ MCBയുടെ സ്വിച്ച് ഓഫാണ്. ഇതെങ്ങനെ ഓഫായി? വോൾട്ടേജ് പ്രോബ്ലം ഉണ്ടായി കാണും എന്ന് ചിന്തിച്ച് അവനത് ഓണാക്കി. ഇൻവെർട്ടർ വന്ന് നോക്കുമ്പോൾ അതും ഓഫാണ്. അതിൻ്റെ വയറ് ആരോ ഊരി വെച്ചിരിക്കുന്നു. അതുകൂടി കണ്ടതും ഇതെല്ലാം ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവന് മനസ്സിലായി. അവൻ്റെ മുഖം ദേഷ്യത്താൽ ഒന്ന് വലിഞ്ഞു മുറുകി. അവൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ സോഫയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നതാണ് കാണുന്നത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.